ഇന്ന് ജൂൺ 26 ആണ്. ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. നാളെ 27ന്റെ ഒരു ഡേറ്റ അനാലിസിസ് ആണ് ഇന്നത്തെ ഡേറ്റ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിന്റെ ഡേ ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിന് പുറത്താണ്, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നമുക്കപ്പം ഒരു ഫർദർ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പം നിഫ്റ്റി എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് നിഫ്റ്റിയിലും ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം നിഫ്റ്റീൻ്റെ കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻഡിൽസ് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഡേറ്റാസ് ഞാനിവിടെ നിഫ്റ്റീൻ്റെ ജൂലൈ 3 ഓപ്പൺ ഇൻട്രസ്റ്റും OA ചേഞ്ചുമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇപ്പം നിഫ്റ്റീൻ്റെ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കൂടുതൽ ഡേറ്റാസ്, നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് പ്രൈസ് ആണ്. ക്ലോസിംഗ് 25,244.75 ആണ്. അതുപോലെ തന്നെ PCR എടുത്തിട്ടുണ്ട് 1.32, മാക്സ് പെയിൻ 25,450 ആണ്. അപ്പം ഈ 3 ഡേറ്റയാണ് ഞാൻ ഇൻഫോയിൽ നിന്ന് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് 25,500 ആണ്. അപ്പോൾ പുട്ട് OAയും കോൾ OAയും രണ്ടും ഏറ്റവും കൂടുതലുള്ളത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 25,500 അപ്പം പുട്ട് OA വന്നിരിക്കുന്നത് 52.77 ലാക്കും കോൾ OA എന്ന് പറയുന്നത് 49.6 ലാക്കുമാണ്. അപ്പം OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ OA ചേഞ്ച് വന്നിരിക്കുന്നത് 25,500 തന്നെയാണ്. OA ചേഞ്ചും വന്നിരിക്കുന്നത് പുട്ട് OAയും ആണെങ്കിലും കോൾ OA ആണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,500 അപ്പം അത് പുട്ട് OA വന്നിരിക്കുന്നത് 49.28 ലാക്കും കോൾ OA വന്നിരിക്കുന്നത് 20.45 ലാക്കുമാണ്. അപ്പം ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡേറ്റാസ്. അപ്പം ഈ ഡേറ്റാസ് ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിഫ്റ്റീൻ്റെ ഡേറ്റ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ക്ലോസ് വന്നിരിക്കുന്നത് 25,244 അതുപോലെ തന്നെ മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,450 PCR വന്നിരിക്കുന്നത് 1.32 ആണ്. PCR വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ബയസ് ആണ്. അപ്പം PCR എന്ന് പറഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ ആണ്. അപ്പോൾ പുട്ട് OA ഡിവൈഡ് ബൈ കോൾ OA ആണ്. ഇവിടെ പുട്ട് OA കൂടുതലാണ്, മോർ ദാൻ 1 PCR വന്നിരിക്കുന്നത്. അപ്പം ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 25,500 ആണ്. ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നതും 25,500 ആണ്. ഹയസ്റ്റ് OA ചേഞ്ച് വന്നിരിക്കുന്നതും 25,500 ആണ്. പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നതും 25,500 ആണ്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പുട്ട് OA ചേഞ്ച് എന്ന് പറയുന്നത് ഒരു 49.28. അപ്പം പുട്ട് OA ചേഞ്ച് ഒരു 49.28 ലാക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു ഹെവി പുട്ട് റൈറ്റിംഗ് ഈ ഒരു സ്ട്രൈക്കിൽ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 25,500 സ്ട്രൈക്കിൽ ഹയസ്റ്റ് കോൾ OAയും വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഹയസ്റ്റ് പുട്ട് OAയും വന്നിട്ടുണ്ട്. അപ്പം ബുൾസും അല്ലെങ്കിൽ ബേഴ്സും നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട് ഈ ഒരു സ്ട്രൈക്കിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം മാസീവ് ഒരു പുട്ട് റൈറ്റിംഗ് നമുക്ക് 25,500 വരുന്നുണ്ട്. അപ്പം ബുൾസ് അത്രയ്ക്കും സ്ട്രോങ് ആണ്. അപ്പം ഇവിടെ ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഈ 25,500 നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് ലെവലിന്റെ താഴേക്ക്, ഈ ഒരു സ്ട്രൈക്കിന്റെ താഴേക്ക് ഈ ഒരു ലെവലിന്റെ താഴേക്ക് മാർക്കറ്റ് പോകില്ല എന്നുള്ള ഇതിൽ നല്ലൊരു പുട്ട് റൈറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഈ PCR എല്ലാം നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം പുട്ട് റൈറ്റേഴ്സ് ആണ് കുറച്ചും കൂടി ഡോമിനന്റ് ആയിട്ട് ഈ ഓപ്ഷൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇത്രയും ഡേറ്റയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കൊരു ഇതിൽ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ അപ്പം ഈ 25,500 എന്നുള്ളത് നല്ലൊരു സ്ട്രോങ് ഒരു ഏരിയ ആണ്. അപ്പോൾ നാളെ നല്ലൊരു അപ്മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു 25,500 മുകളിൽ അത് സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലോങ് സെറ്റപ്പ് നമുക്ക് അവിടെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇപ്പൊ ഇന്നത്തെ ഒരു വാല്യൂ വെച്ചിട്ട് ഇന്നത്തെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 25,200 ഞാൻ കുറച്ചും കൂടി മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം 25,500 കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,200 അപ്പം നമ്മുടെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 25,200 ആണ്. അപ്പം നമുക്ക് അതിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 25,200 നല്ലൊരു സപ്പോർട്ട് നമുക്ക്
ഉണ്ട്. അപ്പം ഇത് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഈ 25,500നെ പുട്ട് റേറ്റിംഗ് ആണ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ലെവൽ എന്ന് പറഞ്ഞാൽ 25,200 ആണ്. അപ്പം മാർക്കറ്റ് ഒരു ബെയറിഷ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് താഴെയാണെങ്കിലാണ് നല്ലൊരു ഷോർട്ട് സെറ്റപ്പ്. അതായത് 25,200ന് താഴെ കിട്ടുകയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു ഷോർട്ട് സെറ്റപ്പ് വരുന്നത്. അപ്പം മുകളിലേക്ക് നമുക്ക് ഇവിടെ ഒരു കൺസൾട്ടേഷൻ വന്നൊരു ക്ലിയർ ബ്രേക്ക് ഔട്ട് ഈ 25,500നും കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മുകളിലേക്ക് നല്ലൊരു ലോങ് സെറ്റപ്പ് നമുക്ക് ബിൽഡ് ആവും. അപ്പം ഇതാണ് ഒരു നിഫ്റ്റിന്റെ ഒരു ഇന്നത്തെ ഡേറ്റ വെച്ചിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സിന്റെ ക്യാൻഡിലിൽ പോയിട്ട് നമുക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അപ്പം അതിന്റെ ഡേറ്റാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ബാങ്ക് നിഫ്റ്റി 31 ജൂലൈയിൽ എക്സ്പയർ ആവുന്ന ബാങ്ക് നിഫ്റ്റിന്റെ ഓപ്ഷൻ ചെയിനാണ് ഞാൻ നോക്കുന്നത്. അവിടെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 56,621.15 ആണ്. PCR വന്നിരിക്കുന്നത് 1.02 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 57,000 ആണ്. അപ്പം ഈ 3 ഡേറ്റ ഞാനിവിടെ ഇൻഫോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷൻ ചെയിൻ നോക്കുകയാണെങ്കിൽ 57,000ലാണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗും പുട്ട് റേറ്റിംഗും വന്നിരിക്കുന്നത്. അപ്പോൾ കോൾ റേറ്റിംഗ് എന്ന് പറയുന്നത് 8.92 ലാഖും പുട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 8.92 ലാഖും കോൾ റേറ്റിംഗ് എന്ന് പറയുന്നത് കോൾ OI എന്ന് പറയുന്നത് 8.31 ലാഖുമാണ്. അപ്പം OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ 57,000ൽ തന്നെയാണ്. കോൾ ആണെങ്കിലും പുട്ട് ആണെങ്കിലും ചേഞ്ച് വന്നിരിക്കുന്നത് 57,000 സ്ട്രൈക്കിൽ തന്നെയാണ്. അപ്പൊ പുട്ട് OI ചേഞ്ച് എന്ന് പറയുന്നത് 4.98 ലാഖും കോൾ OI ചേഞ്ച് എന്ന് പറയുന്നത് 2.05 ലാഖുമാണ്. അപ്പം ഇത് എക്സലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ബാങ്ക് നിഫ്റ്റിന്റെ ക്ലോസിംഗ് പ്രൈസ് 56,621 മാക്സ് പെയിൻ എന്ന് പറയുന്നത് 47,000 PCR എന്ന് പറയുന്നത് 1.02 ആണ്. അപ്പൊ ഹയസ്റ്റ് കോൾ OI എന്ന് പറയുന്നത് 57,000, ഹയസ്റ്റ് പുട്ട് OI 57 ആണ്. എല്ലാം 57,000 ആണ്. അപ്പം OI ചേഞ്ച് വന്നിരിക്കുന്ന കോളിൽ വന്നിരിക്കുന്നതും പുട്ടിൽ വന്നിരിക്കുന്നതും എല്ലാം 57,000ൽ തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 57,000ൽ ഇവിടെ ഒരു 5 ലാഖ്, ഇവിടെ ഓൾറെഡി 8.92 ലാഖ് ഉണ്ട്. അപ്പം ഇവിടെയും പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് കമ്പയർഡ് ടു കോൾ OI വളരെ കൂടുതൽ ആയിട്ട് പുട്ട് റൈറ്റേഴ്സ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ലാഖോളം കൂടുതൽ OI ചേഞ്ച് ഈ 57,000ൽ വന്നിട്ടുണ്ട്. അപ്പം PCR വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ഒരു ഇതാണ്, ഒരു ന്യൂട്രൽ ബുള്ളിഷ് ഇതാണ് PCR വാല്യൂ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുട്ട് റേറ്റിംഗ് 57ൽ നടക്കുന്നതുകൊണ്ട് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ഈ ഒരു ഏരിയനെ 57,000നെ നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ടും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടും കണക്കാക്കുന്നുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളത് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ താഴേക്ക് മാർക്കറ്റ് പോകില്ല എന്നുള്ള രീതിയിലാണ് നല്ല ഒരു കോൾ റേറ്റിംഗ് പുട്ട് റേറ്റിംഗും ഈ ഒരു ഏരിയയിൽ പുട്ട് റേറ്റിംഗ് ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ കോൾ റേറ്റിംഗ് ആണെങ്കിലും പുട്ട് റേറ്റിംഗ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000ലാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ നമുക്കൊരു 200 പോയിന്റ്സ് മുകളിലേക്കും താഴേക്കും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 57,000 മൈനസ് 200 കൊടുക്കുകയാണെങ്കിൽ ഒരു 56,800 താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു മാർക്കറ്റിന്റെ ഒരു ഡൗൺ മൂവ് നമുക്ക് ഒരു വീക്ക്നെസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഒരു 57,000 പ്ലസ് 200 അതായത് 57,200 മുകളിലേക്കാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് ഒരു ഡയറക്ഷൻ മൂവ് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പം 57,200ൽ നമുക്ക് ഈ ഒരു ഏരിയ 57,200 മുകളിലാണെങ്കിൽ നമുക്കൊരു നല്ലൊരു അപ്പ് മൂവും അതുപോലെ തന്നെ 56,800 താഴെയാണെങ്കിൽ മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെ നമുക്കൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. നമ്മളൊരു 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 3 മിനിറ്റ്സിന്റെ ക്യാൻഡിൽസിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് സപ്പോർട്ട് വരയ്ക്കാനും പറ്റും. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പുതിയ സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും സപ്പോർട്ട് വരയ്ക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റും ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് നാളത്തെ ഒരു നിഫ്റ്റിന്റെ ഒരു
ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചത്. ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. ഇന്നലെ മാർക്ക് ചെയ്ത് ഇതിനനുസരിച്ചാണ് ഇന്നത്തെ ഒരു മൂവ്മെന്റ് ഒക്കെ വന്നിരുന്നത്. ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ വെച്ചിട്ടാണ് ഇപ്പം നാളത്തെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ സപ്പോർട്ട് സോൺ ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.